ഓൾ, വെൽക്കം ടു നഴ്സ് വൈസ് എൻക്ലെക്സ്. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ചാർജ് നേഴ്സ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. ചാർജ് നേഴ്സ് ആയിട്ട് ഞാൻ ലോങ് ടേം കെയർ ഫെസിലിറ്റിയിൽ ഓൾമോസ്റ്റ് 1 year ആയി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കും, പക്ഷെ പല സാഹചര്യങ്ങൾ മൂലം തിരക്ക് പിടിച്ചുള്ള ആ ഒരു ഓട്ടത്തിനിടയിൽ ഞാൻ പലപ്പോഴും എടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഒരു വീഡിയോ അങ്ങനെ ചെയ്താലോന്ന്. അപ്പം ചാർജ് നേഴ്സ് ആയിട്ട് ഞാൻ 8 hour ഷിഫ്റ്റാണ്, ഒരു ഡെയിലി ഞാൻ 8 hour ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അങ്ങനെ 5 daysലുള്ള ഷിഫ്റ്റാണ് എനിക്കുള്ളത്. അപ്പം ബൈ വീക്ക്ലി 80 hours ഷിഫ്റ്റും വീക്ക്ലി 40 hours ഷിഫ്റ്റാണത്. അപ്പം മോർണിംഗ് ഷിഫ്റ്റാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്, കാരണം എൻ്റെ ലൈൻ മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പം മോർണിംഗ് റുട്ടീൻസ് ആയിരിക്കും കൂടുതൽ. ഈവനിങ്ങിൽ പല ചേഞ്ചസ് ഉണ്ടാവും, ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മോർണിംഗിലുള്ള ചാർജും ഈവനിങ്ങിലുള്ള ചാർജും സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഫെസിലിറ്റിയിൽ ആക്ച്വലി 4 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 4 യൂണിറ്റ്സിലും ഓരോ നഴ്സസ് ഉണ്ട്. അപ്പോൾ ആ നഴ്സസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെന്റേഷൻ, മറ്റ് പ്രൊസീജിയേഴ്സിൽ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്യും, അപ്പം അതിന് ഉള്ള ഹെൽപ്പ്, അങ്ങനത്തെ ഓവറോൾ 4 യൂണിറ്റ്സിനെ ഹെൽപ്പ് 4 യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ്, ഒപ്പം അതിനകത്ത് വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഹെൽപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ചാർജ് നഴ്സിന്റെ റോൾ ഉള്ളത്, റെസ്പോൺസിബിലിറ്റീസിലുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ സമയം 4:30 ആയിരിക്കുകയാണ്. അപ്പം ജോലിക്ക് ഞാൻ വേണ്ടി എണീറ്റു. സാധാരണ ഞാൻ രാവിലെ എന്നും നേരത്തെ എണീക്കാറുണ്ട്, 4:30 ആകുമ്പോഴേക്കും. അതുപോലെ തന്നെ നേരത്തെ കിടക്കും ഞാൻ. അതുകൊണ്ട് തന്നെ 4:30 ആകുമ്പോഴേക്കും ഞാൻ എണീക്കും, കാരണം എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത് 6:15 to 2:15 ആണ്. അതുകൊണ്ട് രാവിലെ ആ ഒരു ടൈമിൽ എണീറ്റാൽ എൻ്റെ റുട്ടീനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ച് ആണ് ഞാൻ ജോലിക്ക് പോകാറ്, കാരണം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ധൈര്യമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ താഴത്തെ ഫ്ലോറിലാണ് നമ്മുടെ കിച്ചണുള്ളത്. അപ്പോൾ കിച്ചണിലോട്ടെത്തി രാവിലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് എടുത്ത് ഇപ്പോൾ കഴിക്കുകയാണ്. അപ്പം സാധാരണ ഞാൻ എന്തെങ്കിലും ലൊടുക്ക് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകമായൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിയൊന്നുമില്ല, കാരണം തിരക്ക് പിടിച്ചിട്ട് ഒരു ഓട്ടോ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഒരുങ്ങി റെഡിയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് തുടങ്ങി. ഇപ്പോഴും കണ്ടോ 6:15 ഉള്ളൂ, പക്ഷേ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കാണ്. കാരണം ഇപ്പോൾ വിൻ്റർ സമയം ആയതുകൊണ്ട് 6:15 ആകുമ്പോഴേക്കും ഒരു 7 മണിയൊക്കെ കഴിയണം ഒന്ന് സണ്ണിനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ തന്നെ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നൈറ്റ് പോലെയാണ്, പക്ഷേ 6:15 സമയം. അപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനങ്ങ് പോവുകയാണ്. ഇപ്പം എൻ്റെ ഷിഫ്റ്റ് അങ്ങ് തുടങ്ങി. അപ്പോൾ രാവിലെ ചെന്നവടി ചെയ്യേണ്ടത് ഷെഡ്യൂൾ നോക്കുക, സ്റ്റാഫിംഗ് ഒക്കെ ഓക്കെ ആണോ എന്നാണ്. കാരണം ഒരു യൂണിറ്റ് നഴ്സും ആ യൂണിറ്റ് നഴ്സിന് 4 PSWസും ആണ് നമ്മുടെ സ്റ്റാഫിംഗ് പാറ്റേൺ. അപ്പോൾ അതൊക്കെ കറക്റ്റായില്ലെങ്കിൽ ആരെങ്കിലും സിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യുക. ഹെവി യൂണിറ്റ്സിന് കംപ്ലീറ്റ് സ്റ്റാഫിംഗ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോളിസി. അതിനുശേഷം ഞാൻ ഫയൽസ് കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ തന്നെ എല്ലാ യൂണിറ്റ്സിലും പോയി റിപ്പോർട്ട് കാര്യങ്ങളെടുക്കും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രീഫാണ്. അപ്പോൾ കാരണം എല്ലാ സ്റ്റാഫ് റെസിഡൻസിനും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള ബ്രീഫ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു മോർണിംഗ് ചാർജിൻ്റെ ഒരു റോളാണ്, റെസ്പോൺസിബിലിറ്റിയാണ് അത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക് ടൈം ഇപ്പം കഴിഞ്ഞ് ഇപ്പം 11:02 ആയിരിക്കുകയാണ് സമയം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് കഴിച്ചു. അങ്ങനെ എൻ്റെ ബ്രേക്ക് ടൈം 1/2 hour ആയിരുന്നു എൻ്റെ ബ്രേക്ക് ടൈം. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വർക്കിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാ തരത്തിലുള്ള ഫയൽസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റുകൾ, കാരണം അഡ്മിഷനൊക്കെ വരുമ്പോൾ
കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ അവരുടെ ലൈക്സ്, ഒരു അഡ്മിഷൻ വരുമ്പോൾ അവരുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, കാര്യങ്ങൾ, അവരുടെ വൈറ്റൽ സയൻസ്, അവരുടെ പോയറ്റ്, അതായത് അഡ്വാൻസ് ഡയറക്റ്റീവ്സ്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സ്കിന്ന് വൂണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അവരുടെ ഓർഡേഴ്സുകൾ പ്രൊസീഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു അഡ്മിഷനിൽ. അപ്പം കൂടുതലും ഫിഫ്ത്ത് നേഴ്സിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു യൂണിറ്റ് നേഴ്സ് ആകുമ്പോൾ കൂടുതലും മെഡിക്കേഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ റെസിഡൻസിൻ്റെ ഫാമിലീൻ്റെ കൺസേൺസ്, അതൊക്കെ ആയിട്ടാണ് കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് നേഴ്സ്. പക്ഷേ ചാർജ് ആകുമ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് കൂടുതൽ ഡോക്യുമെൻറ്റേഷൻസ്, ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ റീ അഡ്മിഷൻസ് വരുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അപ്പം റെസിഡൻസ് തിരിച്ചു വരുമ്പോൾ അവർക്ക് പല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കെയർ പ്ലാൻ അപ്ഡേഷൻ ചെയ്യുക, ഡയറ്റിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെഫറൽസ്, അവരുടെ ലൈക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അസസ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരൊരു ഡെത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റേതായ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ഫിസിഷ്യനെ അറിയിക്കുക, ഫാമിലീനെ അറിയിക്കുക, ഫ്യൂണറൽ ഹോമിലോട്ട് ലൈക്ക് സെൻഡ് ചെയ്യുക, ബോഡി റിലീസിങ് ഓഫ് ബോഡി, അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് മെഡിക്കേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം അതിനനുസരിച്ചുള്ള ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെൻറ്റ് എടുക്കുക, ഫാർമസിക്ക് ഫാക്സ് ചെയ്യുക. അതുപോലെ തന്നെ POനെ എപ്പോഴും നമ്മൾ ഇൻഫോം ചെയ്യണം. ബിക്കോസ് നമ്മുടെ എൽഡർലി ഹോമുകളിൽ, ലോങ് ടേം ഫെസിലിറ്റിയിലൊക്കെ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോഴും അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കറോ അല്ലെങ്കിൽ POനെയാണ് നമ്മൾ വിളിച്ചിട്ട് കൺസെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും ഓർഡേഴ്സൊക്കെ നമുക്ക് ഫിസിഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഓർഡർ കറക്റ്റാണോ അല്ലെങ്കിൽ ഫ്രീ, എല്ലാ കാര്യങ്ങളും നോക്കിയാണ് കൂടുതൽ 5th ജോലി. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ലൈക്ക് റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം 2:15 കഴിഞ്ഞ് 2:30 ആയിരിക്കുകയാണ് സമയം. അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ബസ് പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബസ് ഇപ്പോൾ വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ബസ്സിൽ ഞാൻ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ട്രാവലുണ്ട്. അപ്പം ഞാനൊരു അരവിന്ദിൻ്റെ ലൈക്ക് വർക്ക് പ്ലേസിൻ്റെ ഹാഫ് ദ വേ വരെ ഞാൻ വരും. അപ്പം ഇപ്പോൾ അരവിന്ദ് വണ്ടിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.